കുറേ വർഷം മേൽശാന്തിയായിരുന്നു. പിന്നെ കുറേ വർഷം അവിടെ ഹൈന്ദവ സമ്പ്രദായത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്തുവ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയൊക്കെ സാധന ചെയ്തു. എന്നിട്ട് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കിയത് ഈ ഒരേ തത്വത്തിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പല രീതിയിലും ശ്രമിക്കുന്നത്. പക്ഷെ അവർ തിരഞ്ഞെടുക്കുന്ന വഴികളിനെ കുറിച്ചാണ് വഴക്കുണ്ടാക്കുന്നത്, തർക്കം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഇതുപോലെ നമുക്ക് വഴികളല്ല പ്രധാനം, നമ്മുടെ ഉദ്ദേശം, അതായത് ഈശ്വരനാണ് പ്രധാനം. അപ്പോൾ പറയും മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പോൾ മനസ്സിനെ വൃത്തിയാക്കാനുള്ള വഴിയാണ് പ്രാർത്ഥന. എന്താ വഴി? പ്രാർത്ഥന. വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ദിവസം പ്രാർത്ഥിക്കണം കേട്ടോ. എന്തും പ്രാർത്ഥിക്കണം? ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സന്ധ്യ നേരത്ത്, അതായത് വൈകുന്നേരത്ത്, പ്രത്യേകിച്ചും വൈകുന്നേരത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ എല്ലാവരും വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും സ്തോത്രം അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പ്രാർത്ഥിക്കണം ഭഗവാനെ. പ്രാർത്ഥിക്കില്ലേ? ദിവസം പ്രാർത്ഥിക്കണം കേട്ടോ. നാളെ തൊട്ട് പ്രാർത്ഥിക്കണം. നമ്മള് ഈ വയ്യ എന്നാലും പ്രാർത്ഥിക്കണം. പിന്നെ ഇന്ന് തോന്നുന്നില്ല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കണം. കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കണം. ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കണം. എന്തായാലും പീരിയഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? സൂര്യ മനസ്സിലായി. എന്ത് അവസ്ഥയാണെങ്കിലും മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രാർത്ഥിക്കണം. കാരണം ഭഗവാൻ അറിയല്ലോ നമ്മുടെ മനസ്സും ശരീരം എങ്ങനെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കില്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണം? ഒറ്റയ്ക്കണോ?